നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? രാജീവ് ആദിയോടെ ചോദിച്ചു. നമ്മൾ വെറുതെ കുറേ നേരം ഇങ്ങനെ പോകുന്നു. അതല്ല, എങ്ങോട്ടെങ്കിലും. രാജീവ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകാം. ഞാൻ എന്തിനും റെഡി. താരാമാധവൻ്റെ ചുണ്ടുകളിൽ അർത്ഥഗർഭമായ ചിരി വിരിഞ്ഞു. ഹോട്ടൽ മെഫ്ലറിൽ വന്ന ദീപ്തി കാത്തിരിക്കും. 3 മണിയാകാൻ ഇനി അധിക സമയമില്ല. ഈ നേരത്തെ താരാമാധവ് വരുമെന്നൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. കാറിൽ കയറ്റി അവളിങ്ങനെ കൊണ്ടുപോകുമെന്നും. എന്താ രാജീവ് ഒന്നും മിണ്ടാത്തത്? പുഞ്ചിരിയോടെയാണ് അവൾ തല തിരിച്ചു നോക്കിയത്. ഒന്നുമില്ല, ഞാൻ വെറുതെ. അല്ല, സംതിങ് ഈസ് വറിയിങ് യു. എന്നോട് പറ, എന്താണ്? അവൾ നിർബന്ധിച്ചു. 3 മണിക്ക് ഞാൻ ഒരാൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരുന്നു. അയാൾ വന്ന് വെയിറ്റ് ചെയ്യും. എങ്ങും തൊടാതെ അയാൾ പറഞ്ഞു. അത്രയുള്ളോ? അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്ന് ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞാൽ പോരെ? മാനേജിന് ഡയറക്ടറുമായി ഒരു അർജൻറ്റ് മീറ്റിംഗ് വേണ്ടി വന്നെന്ന് ഒരു നുണയങ്ങ കാച്ച്. അല്ലല്ല, അങ്ങനെയല്ലല്ലോ. സത്യമല്ലേ? ദീപ്തിയോട് അങ്ങനെ വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് രാജീവിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു. അയാൾ അതെടുത്ത് നോക്കി. ഭയന്നുപോലെ. ദീപ്തിയുടെ കോളായിരുന്നു അത്. ദീപ്തിയാണ് വിളിക്കുന്നതെന്ന് ഒരു കാരണവശാലും താരാമാധവ് അറിയാൻ പാടില്ല. ഹലോ രാജീവേട്ടാ, ഞാൻ മേഫ്ലറിൽ വന്നു. റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഇടത്തേക്ക് തിരിയണം. 5-ാമത്തെ ടേബിളാണ്, അവൾ പറഞ്ഞു. അവർ സംസാരിക്കുന്നതിനിടയിൽ അയാൾ തള്ളവിരൽ കൊണ്ട് മൊബൈലിൻ്റെ ഡൗൺ കീയിൽ അമർത്തി അല്പം വോളിയം കുറിച്ചു. താര ഒന്നും കേൾക്കാൻ പാടില്ല. സോറി, ഇന്ന് കാണാൻ പറ്റില്ല. എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അയാൾ ഗൗരവസ്വരത്തിൽ പറഞ്ഞു. പക്ഷേ രാജീവേട്ടാ, ഞാൻ ഇവിടം വരെ വന്നു കഴിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ? അവൾ പ്രതിഷേധിച്ചു. നേരത്തെ അറിയിക്കാൻ കഴിഞ്ഞില്ല, അതാണ് എൻ്റെ ബോസ്. സോറി. താരമാധവ് അപ്പോൾ രാജുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. അയാൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. ദീപ്തിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അയാൾക്ക് അപ്പോൾ ഊഹിക്കാൻ കഴിഞ്ഞു. മുമ്പൊരിക്കൽ ഇതേ അനുഭവം സിത്താരയ്ക്കും ഉണ്ടായിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പ്രകാരം 7 സീസൺസ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ അവൾ കാത്തിരിക്കുന്ന നേരത്ത് താരാമാധവ് തന്നെ പിടിച്ചു വച്ചു. ഇന്ന് വീണ്ടും. ആരായിരുന്നു രാജീവ്? താരയുടെ ചോദ്യം കേട്ട് അയാൾ മുഖം തിരിച്ചു നോക്കി. രമേശ് നമ്പ്യാർ, എൻ്റെ ഫ്രണ്ടാണ്. അവനിപ്പോൾ UK-യിലാണ്. നാട്ടിൽ വന്നപ്പോൾ എന്നെ കാണാനെത്തിയതാ. 3 മണിക്ക് കാണാമെന്നായിരുന്നു ഞാൻ. പെട്ടെന്ന് അയാൾ ഒരു നുണ കണ്ടുപിടിച്ചു. പക്ഷേ രമേശ് നമ്പ്യാർ എന്നൊരു സുഹൃത്തുണ്ടെന്നുള്ളതോ സത്യം? സാരമില്ല. അയാൾ എവിടെയാണ് താമസം? അവൾ ചോദിച്ചു. മസ്കറ്റിലാണെന്ന് തോന്നുന്നു. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. എനിക്ക് പരിചയപ്പെടാമല്ലോ രാജീവിൻ്റെ ഫ്രണ്ടിനെ. അപകടത്തിൽ ചാടിയെന്ന് രാജീവിന് മനസ്സിലായി. അയാൾ മനസ്സുകൊണ്ട് അവളെ ശപിച്ചു. വേണ്ട താര, ഇന്ന് വൈകുന്നേരം ഞങ്ങൾ മീറ്റ് ചെയ്തോളാം. അവൻ ഇന്ന് മുഴുവൻ ഫ്രീ ആണ്. ദെൻ ഇറ്റ് ഈസ് ഓക്കെ. ദീപ്തി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നായിരുന്നു അപ്പോൾ അയാളുടെ ശങ്ക. കാർ ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. നമുക്ക് രാജുവിൻ്റെ വില്ലയിലേക്ക് തന്നെ പോയാലോ? പെട്ടെന്ന് താര ചോദിച്ചു. അയാളൊന്ന് ഞെട്ടി. എന്താണ് അവളുടെ ഉദ്ദേശം? അവിടെ ചെന്നാൽ ഒരു കാപ്പി തരാൻ പോലുള്ള സൗകര്യം എനിക്കില്ല. അയാൾ അവളെ ഉടൻ നിരുത്സാഹപ്പെടുത്തി. അതിന് കാപ്പി കുടിക്കാനല്ലോ ഞാൻ വരുന്നത്. കുറച്ചു നേരം മറ്റാരുടെയും ശല്യമില്ലാതെ രാജുവിൻ്റെ കൂടെ ചെലവഴിക്കാൻ മാത്രമാണ്. അയാൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കവടിയാറിലേക്ക് പോകാൻ അവൾ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. ഇരയെ കുത്തിയെടുത്ത് സ്വന്തം സങ്കേതത്തിലേക്ക് പറക്കുന്ന യക്ഷിയാണ് താരാമാധവ്. ആ കൂറ്റൻ ഇരുനില കെട്ടിടത്തിലെ ഏതെങ്കിലും ബെഡ്റൂമിൽ തൻ്റെ അസ്ഥികളും മുടിയും നഖവും മാത്രം അവശേഷിക്കുമോ? രാജീവ് എന്താണ് ഓർക്കുന്നത്? പെട്ടെന്ന് അവൾ ചോദിച്ചു. ഒന്നുമില്ല. എൻ്റെ സാമീപ്യത്തിൽ രാജീവ് മറ്റേതോ ലോകത്താണ്. എനിക്ക് പലപ്പോഴും അത് മനസ്സിലായിട്ടുണ്ട്, അവൾ പരിഭവിച്ചു. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെയല്ല. എന്നെ ശരിക്കും ഇഷ്ടമാണോ? 17-കാരിയായ ഒരു പെൺകുട്ടിയെ പോലെ അവൾ ചോദിച്ചു. അതെ, അവളെ സന്തോഷിപ്പിക്കാനായി അയാൾ പറഞ്ഞു. താര പെട്ടെന്ന് അയാളുടെ കൈയെടുത്ത് മെല്ലെ അമർത്തി. നന്ദി രാജീവ്. എൻ്റേതായ ഒരു കൊച്ചു ബിസിനസ് സാമ്രാജ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരുമില്ല. ഒക്കെ അഭിനയം മാത്രം. എൻ്റെ പണം മാത്രം മോഹിച്ച്. ഒരു നിമിഷം അവൾ കണ്ണുകളടച്ചിരുന്നു. സത്യമായിരിക്കുമോ അവൾ പറഞ്ഞത്? പെട്ടെന്ന് വില്ലയുടെ മുമ്പിൽ തന്നെ കാർ ചെന്ന് നിന്നു. ഡ്രൈവർ വണ്ടിയിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്നു. എന്നിട്ട് കാർ ഓടിച്ച് പോർച്ചിൽ കൊണ്ടുചെന്ന് നിർത്തി. കാറിൽ നിന്ന് രാജുവും താരയും ഇറങ്ങി. മുറ്റത്തെ ചെടിച്ചട്ടികളിലെ ചെടികൾ നോക്കി അവൾ ഒന്ന് നിന്നു. താമരക്കുളത്തിലും ഒരു പൂവ് വിരിഞ്ഞിരിക്കുന്നു. നല്ല ഗാർഡൻ. ഒരു തോട്ടക്കാരനെ ഞാൻ വയ്ക്കുന്നുണ്ട്. എന്നാലേ ഇത് നശിക്കാതിരിക്കൂ. രാജീവ് താക്കോലെടുത്ത് മുൻവാതിൽ തുറന്നു. അയാൾക്ക് പിന്നാലെ അവളും അകത്തേക്ക് കയറി. ഒട്ടും ചൂടില്ല, നല്ല സുഖമുള്ള തണുപ്പ്, അവൾ അല്പം ആശ്ചര്യത്തോടെ പറഞ്ഞു. അയാൾ മിണ്ടിയില്ല. അവർ പരസ്പരം നോക്കി നിന്നു. അവൾ നേരത്തെ ഒരു സിൽക്ക് സാരിയാണ് ഉടുത്തിരുന്നത്. ചുമലോടൊപ്പം വന്നു കിടക്കുന്ന മുടി, സ്ലീവില്ലാത്ത ബ്ലൗസ്, നീണ്ട കൈകൾ, കഴുത്തിൽ വൈരമാല. പരസ്യങ്ങളിൽ കാണാറുള്ള മോഡലുകളെ പോലെ സുന്ദരിയായിരുന്നു അവൾ. രാജീവ് എന്താണ് ഇങ്ങനെ നോക്കുന്നത്? താഴ്ന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. ഒന്നുമില്ല. അയാൾ കണ്ണുകൾ പിൻവലിച്ചു. ആർ യു എ മാൻ? ഐ റിയലി ഡൗട്ട് ദാറ്റ്. ലേശം ഒരു പരിഹാസത്തോടെ അവൾ പറഞ്ഞു. വൈ? അയാൾ മനസ്സിലാകാത്ത മട്ടിൽ ചോദിച്ചു. ഒരു പുരുഷനായിരുന്നെങ്കിൽ സുന്ദരിയും ചെറുപ്പക്കാരിയുമായ ഒരു പെണ്ണു വന്ന് വിധേയയായി മുന്നിൽ നിൽക്കുമ്പോൾ ഭീരുവല്ലാത്ത ഒരു പുരുഷനും അവളെ നിരാശപ്പെടുത്തുകയില്ല. കോരിയെടുത്ത് കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി അവളുടെ ധാർഷ്ട്യം തീർത്തു കൊടുത്താലോ എന്ന് രാജീവ് ഒരു നിമിഷം ചിന്തിച്ചു. പെട്ടെന്നാണ് താരയുടെ മൊബൈൽ ബെല്ലടിച്ചത്. ശീലം കൊണ്ടതുപോലെ അവൾ അതെടുത്ത് നോക്കി. ഹലോ. യെസ്.
പെട്ടെന്ന് അവളുടെ മുഖം വിളറുന്നത് അയാൾ കണ്ടു. എപ്പോൾ? ഞാൻ ഉടൻ വരാം. കോൾ അപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് അവൾ അയാളെ നോക്കി. സോറി രാജീവ്, ഐ ഹാവ് ടു ഗോ നൗ. കാറ്റ് പോലെ അവൾ പുറത്തേക്ക് പാഞ്ഞുപോയി. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. കാർ സ്റ്റാർട്ടാകുന്നതും ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നതും അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഒരു നിശ്വാസത്തോടെ രാജീവ് സെറ്റിയിലിരുന്നു. അയാളുടെ മൊബൈലിൽ അപ്പോൾ ഒരു കോൾ വന്നു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു അത്. ഹലോ, മിസ്റ്റർ രാജീവ് മേനോൻ, ഒരു സ്ത്രീസ്വരം ചോദിച്ചു. യെസ്, ഞാൻ സാന്ദ്രയാണ്, എറണാകുളത്ത് നിന്ന്. വാർണർ ടെക്നോളജീസിൽ സിതാരയോടൊപ്പം ജോലി ചെയ്തിരുന്ന കൂട്ടുകാരി സാന്ദ്ര. അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താ സാന്ദ്ര? അയാൾ ചോദിച്ചു. ഇനി എന്നാണ് എറണാകുളത്തേക്ക് വരുന്നത്? ചിലപ്പോൾ അടുത്ത ആഴ്ച. വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കുമോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ സിത്താരയുടെ വീട്ടിൽ വരാം. എന്താണ് സാന്ദ്ര? അയാൾക്ക് ആകാംക്ഷയായി. എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ധൃതിയില്ല, അടുത്ത ആഴ്ച ഞാൻ വിളിക്കാം. അവൾ സംസാരം അവസാനിപ്പിച്ചു. അയാൾ പിന്നിലേക്ക് ചാരിയിരുന്ന് കണ്ണുകളടച്ചു. അപ്പോൾ സിത്താരയുടെ ഓമനത്തമുള്ള മുഖം അയാളുടെ ഓർമ്മയിലേക്ക് കയറി വന്നു. ഡോക്ടർ രമേഷ് ഭട്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലെ ഡ്രോയിങ് റൂമിലിരുന്ന് 9 മണിയുടെ ഇംഗ്ലീഷ് ന്യൂസ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ടെലിഫോൺ ശബ്ദിച്ചത്. ഞാനെടുക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാദംബരി എഴുന്നേറ്റ് ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ഡോക്ടർ രമേഷ് ഭട്ടിൻ്റെ വീടല്ലേ? ഒരു പുരുഷ സ്വരം ചോദിച്ചു. അതെ, ഞാൻ മിറാജ് കർ. അദ്ദേഹമുണ്ടോ? പ്ലീസ് ഹോൾഡ് ഓൺ, ഞാൻ കൊടുക്കാം. അവൾ മൗത്ത് ഫീസ് പൊത്തിപ്പിടിച്ചിട്ട് ഡോക്ടർ ഭട്ടിനെ നോക്കി. ഒരു മിറാജ് കർ വിളിക്കുന്നു. അദ്ദേഹം ചാടി എണീറ്റു. ഹംപൻഘട്ട് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ്. ഒരു വിവരമറിയാൻ അയാളെ ഞാൻ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹം വേഗം ചെന്ന് ഫോൺ റിസീവർ വാങ്ങി. ഹലോ മിറാജ്, പറയൂ വിശേഷങ്ങൾ. ഡോക്ടർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു. നാരായണ ഹെഗ്ഡെ എന്നൊരാൾ ഞങ്ങളുടെ സ്റ്റേഷൻ അതിർത്തിയിൽ താമസമില്ല. മിലാഗ്രസ് ക്രോസ് റോഡ് എന്നല്ലേ അഡ്രസ്സ് പറഞ്ഞത്? ഉറപ്പായിട്ടും അങ്ങനെ ഒരാളില്ല. എനിക്കപ്പോഴേ തോന്നി കള്ളപ്പേരിൽ വന്നവരാണെന്ന്. താങ്ക് യു മിറാജ്. വൈഫ് സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു ഡോക്ടർ. ഓഫീസിലും പോകുന്നുണ്ട്. അങ്ങയെ കാണാൻ വൈകാതെ ഞങ്ങൾ അങ്ങോട്ട് വരും. ഓക്കെ മിറാജ്, താങ്ക് യു. ഡോക്ടർ ഭട്ട് റിസീവർ വെച്ചു. 3 മാസം മുമ്പ് മിറാജ് കറിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റായിരുന്നു. അങ്ങനെയാണ് പരിചയം. അദ്ദേഹം അന്ന് കാദംബരിയുടെ അടുത്തിരുന്നു. നമ്മൾ ഊഹിച്ചതുപോലെയാണ് കാര്യങ്ങൾ. മിസ്സിസ് ആൻഡ് മിസ്റ്റർ നാരായണ ഹെഗ്ഡെ എന്ന് പറഞ്ഞു വന്ന അവനും അവളും വ്യാജ പേരിൽ വന്ന കള്ളനും കള്ളിയുമായിരുന്നു. എന്തായാലും കാജൽ രക്ഷപ്പെട്ടു. നാളെ ഒരു ദിവസത്തെ അവധി കൂടി മാത്രമേ ഡോക്ടർ നഞ്ചപ്പ് തന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ആ കുട്ടിയെ എന്ത് ചെയ്യും? വേറെ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. യെസ്. അനുകൂല ഭാവത്തിൽ അവൾ തലകുലുക്കി. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് വിവേക് വിളിച്ച കാര്യം കാദംബരിക്ക് ഓർമ്മ വന്നത്. അവളുടെ അനുജനാണ് വിവേക്. ന്യൂ ജേഴ്സിയിൽ ഡോക്ടറാണ്. വിവേക് അടുത്ത മാസം വരും. അതിനു മുമ്പ് വീടിൻ്റെ പ്ലാൻ ഫൈനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഇന്നുച്ചയ്ക്ക് വിളിച്ചിരുന്നു. നാളെ ഞാൻ മിസ്റ്റർ ജയന്ത് നിക്കോളാസിനെ വിളിക്കാം. സ്വപ്നത്തിലുള്ള വീടിനെക്കുറിച്ച് അവൻ അയാളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മംഗലാപുരത്തെ തിരക്കുള്ള ആർക്കിടെക്റ്റാണ് ജയന്ത് നിക്കോളാസ്. ഭാര്യ ശ്രേയയുമൊത്താണ് അയാൾ സ്വന്തം സ്ഥാപനം നടത്തുന്നത്. വീടുകൾ ഡിസൈൻ ചെയ്ത് പണിയിച്ചു കൊടുക്കുന്ന സ്ഥാപനമാണ് അവരുടേത്. പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകും മുമ്പ് ഡോക്ടർ ഭട്ട് നിക്കോളാസിനെ വിളിച്ചു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അയാൾ ഉടൻ മൊബൈൽ എടുത്തു. ഗുഡ് മോർണിംഗ് നിക്കോളാസ്. എവിടെയാണിപ്പോൾ? സെൻറ്റ് അലോഷ്യസ് ചർച്ചിൽ. ശരിക്കും പറഞ്ഞാൽ സെമിത്തേരിയിൽ. ശ്രേയയുമൊത്ത് ഇറങ്ങി വന്നു. ഇത്ര രാവിലെ എന്താണ് സെമിത്തേരിയിൽ? ഡോക്ടർ ഭട്ടിന് മനസ്സിലായില്ല. ഞങ്ങളുടെ മകൾ മരിച്ചതിൻ്റെ ആനിവേഴ്സറിയാണിന്ന്. അവളുടെ കല്ലറയിൽ പൂക്കൾ വയ്ക്കണമായിരുന്നു. പിന്നെ ചർച്ചിലൊരു സർവീസ് ഉണ്ടായിരുന്നു. അയ്യോ സോറി, ഞാൻ പിന്നീട് വിളിക്കാം. എവർ മൈൻഡ്, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കാറിനടുത്തേക്ക് നടക്കുകയാണ്. 1 കൊല്ലം മുമ്പാണ് നിക്കോളാസിൻ്റെ ഏക മകൾ കാർ അപകടത്തിൽ മരിച്ചത്. ഇൻറ്റീരിയർ ഡിസൈനറായിരുന്നു അവൾ. ഡോക്ടർ ഭട്ട് അവളെ കണ്ടിട്ടുണ്ട്. സിത്താരയുടെ പ്രായമായിരുന്നു. പെട്ടെന്ന് ഡോക്ടർ ഭട്ടിൻ്റെ മനസ്സിൽ ഒരാശയം മിന്നി. ഡോക്ടർ വിളിച്ചെന്തിനാണെന്ന് മനസ്സിലായി. പ്ലാൻ തയ്യാറായിട്ടുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് വരും. പ്രിൻറ്റുമായി നാളെ ഞാൻ വരാം. എപ്പോഴാണ് ഡോക്ടർ ഫ്രീ ആകുന്നത്? നാളെ ഉച്ചകഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരൂ. ഐ വിൽ ഹാവ് എ സർപ്രൈസ് ഫോർ യു. പ്രസന്നമായ സ്വരത്തിൽ ഡോക്ടർ ഭട്ട് പറഞ്ഞു. എ സർപ്രൈസ്? യെസ്. ഞാനൊരു പെൺകുട്ടിയെ നിക്കോളാസിന് പരിചയപ്പെടുത്തി തരാം. സിത്താര. മരിച്ചുപോയ മകളെപ്പോലെ ഒരു കുട്ടി. അവളൊരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഇവിടെ എത്തിയതാണ്. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പാവത്തിന്. ഡോക്ടർ ഭട്ടിൻ്റെ വാക്കുകൾ നിക്കോളാസിൻ്റെ ഹൃദയത്തിൽ എവിടെയോ ചെന്ന് സ്പർശിച്ചു. മരിച്ചുപോയ മകളെപ്പോലെ ഒരു കുട്ടി. ഞാൻ വരാം ഡോക്ടർ. സംസാരം അവസാനിപ്പിച്ചിട്ട് അയാൾ ശ്രേയയെ നോക്കി. മധ്യവയസ്സിലെത്തിയിട്ടും സൗന്ദര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ലാത്ത സ്ത്രീയായിരുന്നു അവർ. ആരാ വിളിച്ചത്? സൗമ്യമായ സ്വരത്തിൽ അവർ ചോദിച്ചു. ഡോക്ടർ രമേഷ് ഭട്ട്. ബ്രദർ ഇൻ ലോയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. പക്ഷേ സ്ട്രേഞ്ചായ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ആശ്ചര്യത്തിൽ നിന്ന് വിമുക്തനായിരുന്നില്ല നിക്കോളാസ്. എന്താണ് നിക്കി? ശ്രേയ ആകാംക്ഷയോട് ചോദിച്ചു. നമ്മുടെ സാൻഡിയെപ്പോലെ ഒരു കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ടെന്ന്. ഉറ്റവരെക്കുറിച്ച് ഓർമ്മയില്ലാത്തൊരു പെൺകുട്ടി. ഡോക്ടർ ഭട്ട് പറഞ്ഞതെല്ലാം അയാൾ അവരെ അറിയിച്ചു. എന്തിനാണ് അദ്ദേഹം നമ്മളോട് ഇക്കാര്യം പറഞ്ഞത്? ശ്രേയയ്ക്ക് അത്ഭുതമായി. അറിയില്ല, ഒക്കെ ഒരു നിമിത്തമാണെന്ന് തോന്നുന്നു. ഇന്നേ ദിവസം തന്നെ ഡോക്ടർ ഇക്കാര്യം നമ്മളെ വിളിച്ചു പറഞ്ഞത്.
അന്ന് ഉച്ച കഴിഞ്ഞ് ഡോക്ടർ ഭട്ടിനെ കാണാൻ നിക്കോളാസും ശ്രേയയും കൂടി സത്യഭാമ മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. വി വുഡ് ലൈക്ക് ടു സീ ദാറ്റ് ഗേൾ എന്ന് ചെന്നപാട് നിക്കോളാസ് പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ അവരെ സിത്താരയുടെ മുറിയിലേക്ക് കൊണ്ടുചെന്നു. നിക്കോളാസിനെയും ശ്രേയയെയും കൗതുകത്തോടെ അവൾ മാറി മാറി നോക്കി. ഇതാരൊക്കെ ഡോക്ടർ? യുവർ പപ്പ ആൻഡ് മമ്മി, ഡോക്ടർ ഭട്ട് പറഞ്ഞു. നിക്കോളാസും ശ്രേയയും അത് കേട്ട് പരസ്പരം നോക്കി. റിയലി? സിത്താര അത്ഭുതത്തോടെ ചോദിച്ചു. യെസ് മോളെ, വി ആർ യുവർ പപ്പ ആൻഡ് മമ്മ, നിക്കോളാസ് പറഞ്ഞു. നിക്കി? നിറക്കണ്ണുകളോടെ ശ്രേയ അയാളുടെ കൈ പിടിച്ച് അമർത്തി. ഡോക്ടർ ഭട്ടിനോടൊപ്പം അവർ പുറത്തിറങ്ങി. ഞങ്ങൾ അവളെ കൊണ്ടുപോയിക്കോട്ടെ ഡോക്ടർ? പ്രതീക്ഷയോടെ ശ്രേയ ചോദിച്ചു. ഡെഫിനറ്റ്ലി. പക്ഷേ ഒരു കാര്യം മറക്കരുത്, അവളുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാൽ അവൾ സ്വന്തം ബന്ധുക്കളുടെ അടുത്തേക്ക് പോയെന്ന് വരാം. സാരമില്ല, അത്രയും നാൾ ഞങ്ങൾക്ക് സന്തോഷിക്കാമല്ലോ. പിറ്റേന്ന് രാവിലെ ഡോക്ടർ നഞ്ചപ്പയുടെ അനുവാദത്തോടെ നിക്കോളാസും ശ്രേയയും സിത്താരയെ ലൈറ്റ് ഹൗസ് ഹിൽ റോഡിലുള്ള മനസമ്മഹാൽ എന്ന കൊട്ടാര സദൃശമായ വീട്ടിലേക്ക് കൊണ്ടുപോയി. മനോഹരമായി ഫർണിഷ് ചെയ്ത വിശാലമായ സ്വീകരണ മുറിയിലെ TV സ്റ്റാൻഡിൽ സ്വർണ്ണ ഫ്രെയിമുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോയിലിരുന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടി സിത്താരയെ നോക്കി ചിരിച്ചു. പപ്പ, ഇതാരാണ്? അവൾ ചോദിച്ചു. ഇതാണ് സാൻഡി, ഞങ്ങളുടെ മരിച്ചുപോയ മകൾ സാന്ദ്ര, നിക്കോളാസ് പറഞ്ഞു. സാന്ദ്ര, പരിചയമുള്ള പേര്. സിത്താര അവളുടെ ഓർമ്മകളിൽ വ്രതാ പരതി.